വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇടുക്കിയിൽ നിന്നും സുബിൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാഖി, കണ്ണില്ലാത്ത ക്രൂരതയുടെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. പഠനവും ജോലിയും വാഗ്ദാനം ചെയ്ത 17-കാരനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ഇടുക്കി അണക്കര സ്വദേശിക്കാണ് മർദ്ദനമേറ്റത്. പത്തനംതിട്ട എലംഹി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനെതിരെയാണ് ഇത്തരത്തിൽ പരാതി ഉയർന്നിരിക്കുന്നത്. കുട്ടിയെ പഠനത്തിന് അയക്കാതെ ജോലികൾ ചെയ്യാൻ നിർബന്ധിപ്പിച്ചുവെന്നാണ് ആരോപണം. ഒപ്പം ഈ കുഞ്ഞ് വിസമ്മതിച്ചതോടെ, ജോലികളൊക്കെ ചെയ്യാൻ വിസമ്മതിച്ചതോടെ മോഷണ കുറ്റം ഈ കുട്ടിയുടെ തലയിൽ കെട്ടിവെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മുറിയിൽ പൂട്ടിയിട്ട ശേഷം ചൂരൽ വടി ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു. ജനം ബ്രേക്കിംഗ്. സുബിനോട് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സുബിൻ, നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ആ ദൃശ്യങ്ങൾ നോക്കൂ. ഒരു കുഞ്ഞിനെ 17 വയസ്സുകാരനെ മുറിയിൽ പൂട്ടിയിട്ടു, അതിനുശേഷം ചൂരൽ വടി ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിക്കുന്നു. ആ കുഞ്ഞിനെ പഠനവും ജോലിയും വാഗ്ദാനം ചെയ്താണ് ഈ എലോംഹി ഗ്ലോബൽ സെന്റർ ഈ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നത്. അതിനുശേഷം എന്ത് ക്രൂരതയാണ് കാണിച്ചത്? ആരാണ് ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചതൊപ്പം എന്തൊക്കെ ആരോപണങ്ങളാണ് ഈ പത്തനംതിട്ടയിലുള്ള വർഷിപ്പ് സെന്ററിനെതിരെ ഇപ്പോൾ ഉയരുന്നത്? സുബിൻ, കഴിഞ്ഞ 11-ാം തീയതിയാണ് ഇത്തരത്തിൽ കുട്ടിക്ക് മർദ്ദനമേൽക്കുന്നത്. ഈ പത്തനംതിട്ട ഓമല്ലൂരിൽ പ്രവർത്തിക്കുന്ന എലോംഹി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ നടത്തിപ്പുകാരനായ പാസ്റ്ററും ഈ മറ്റ് ജീവനക്കാരും ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് കുട്ടി പരാതിയിൽ പറയുന്നത്. അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ ആൺകുട്ടിയാണ്. അച്ഛൻ മുമ്പ് ഉപേക്ഷിച്ചു പോയതാണ്, അമ്മയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പഠനവും ചിലവും ജോലിയും എല്ലാം തന്നെ നോക്കുമെന്നുള്ള ഒരു പരസ്യം കാണുന്നത്. തുടർന്ന് ഇവർ ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററുമായി സമീപിക്കുകയായിരുന്നു. കുട്ടിക്ക് എല്ലാ പഠനവും നൽകിക്കൊള്ളാം, കുട്ടിക്ക് ജോലിയും ഉറപ്പാക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവർ കുട്ടിയെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. കുട്ടിയെ ഈ പത്തനംതിട്ടയിലുള്ള ഒരു വൃദ്ധസദനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓമല്ലൂരിൽ പ്രവർത്തിക്കുന്ന വൃദ്ധസദനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന ശേഷം കുട്ടിയെ പഠനത്തിന് അയക്കാതെ ഈ വൃദ്ധസദനത്തിലുള്ള ജോലികൾ ചെയ്യാൻ നിർബന്ധിക്കുകയും മറ്റ് ജോലികൾക്ക് വിടുകയും വരുന്നത്. അതായത് വൃദ്ധസദനത്തിലുള്ള ആളുകളെ പരിചരിക്കുക, അതോടൊപ്പം അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഈ അവരെ സഹായിക്കുക. കൂടാതെ ഈ വർഷിപ്പ് സെന്ററുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ ചില കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്, അവിടെ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുക. കൂടാതെ ഈ വീഡിയോഗ്രഫി ചെയ്യുക തുടങ്ങിയ ജോലികൾ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു. ഇത് ചെയ്ത് മടുത്ത കുട്ടി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇവരുമായി തർക്കത്തിലേർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് തനിക്കിനി ജോലിക്ക് പോകാൻ കഴിയില്ല, തനിക്ക് പഠിക്കാൻ വിടണം എന്നൊരാവശ്യം കുട്ടി മുമ്പോട്ട് വയ്ക്കുകയായിരുന്നു. എന്നാൽ ഇതിനെ ഈ അധികൃതർ വിസമ്മതിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഈ 11-ാം തീയതി ഇത്തരത്തിൽ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഈ കൺവെൻഷന് ശേഷം തിരികെ വന്ന കുട്ടിയുടെ മുറിയിൽ ഈ പാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ കയറുകയും കുട്ടിയെ മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. കുട്ടിയെ പൂർണ്ണ നഗ്നനാക്കിയ ശേഷം കൈകൾ രണ്ടും ബന്ധിച്ചു. ഇതിനുശേഷം ഈ ചൂരൽ വടി ഉപയോഗിച്ച് അടിക്കുകയായിരുന്നു. നമുക്ക് ചില ഫോട്ടോകൾ അവർ തന്നിട്ടുണ്ട്. അതായത് ആ ഫോട്ടോയിൽ കാണുന്നത് പ്രകാരം ഈ ദേഹത്തൊക്കെ മുറിപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇത്തരത്തിൽ ക്രൂരമർദ്ദനം നടത്തിയ വിവരം കുട്ടി വീട്ടിൽ അറിയിക്കുകയായിരുന്നു. അതായത് ആഴ്ചയിൽ ഒന്ന് മാത്രമേ വീട്ടിലേക്ക് വിളിക്കാനുള്ള അവസരമുള്ളൂ. ആ സമയത്ത് കുട്ടി ഈ മാതാവിനെ ഈ കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നു. തുടർന്ന് മാതാവ് എത്തി ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയെ ഈ ഇടുക്കിയിൽ എത്തിച്ച ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ ആശുപത്രിയിൽ നിന്ന് ഇന്റിമേഷൻ നൽകുകയും ഇത് പത്തനംതിട്ടയിൽ ഓമല്ലൂരിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ ഇതുവരെ പോലീസ് തയ്യാറാകുകയോ അല്ലെങ്കിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുകയോ ചെയ്തിട്ടില്ല എന്നുള്ളൊരു പരാതിയും അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. സുബിൻ, എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ നീതി വേണം. ആ 17 വയസ്സുകാരന് നീതി വേണം, ആ കുടുംബത്തിന് നീതി വേണം. കാരണം നിർധനനായ കുടുംബത്തിലെ ഒരു അംഗമാണ് ആ കുട്ടി എന്ന് പറയുന്നത്. ഒരുപാട് പ്രതീക്ഷകളുമായി പഠിക്കാം, ഒപ്പം ജോലിയും ചെയ്യാമല്ലോ. ചെറിയ രീതിയിൽ തുച്ഛമായ വരുമാനമെങ്കിലും കിട്ടിയാൽ അമ്മ മാത്രമാണ് ആ കുഞ്ഞിനുള്ളത്. ആ അമ്മയെ നോക്കാമെന്നുള്ള നല്ല ഉദ്ദേശത്തോടെ ആ കുട്ടി അവിടെ എത്തുമ്പോൾ ഇത്തരത്തിൽ എലോംഹി വർഷിപ്പ് സെന്റർ, ഈ സെന്ററിന്റെ പേരൊക്കെ മാറ്റേണ്ടി വരും. എന്തായാലും പോലീസ് ഇതിൽ അനാസ്ഥ കാണിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ജോലിക്ക് വേണ്ടി ഇറങ്ങണമെങ്കിൽ അവന്റെ ഒരു സാമ്പത്തിക അവസ്ഥ, മാനസികാവസ്ഥ എന്നുള്ളത് വളരെ സങ്കടകരമാണ്. എന്നിട്ടും അവൻ ജോലിക്ക് ഇറങ്ങുന്നു. അതിനെപ്പോലും ചൂഷണം ചെയ്ത് ഇനി എന്തിന്റെ പേരിലായാലും, മോഷണ കുറ്റം ആരോപിച്ചു, ഇനി എന്തിന്റെ പേരിലായാലും ഇത്രയേറെ തല്ലിച്ചതയ്ക്കാൻ ആരാണ് ഇവർക്ക്? വലിയ മാനസിക സംഘർഷത്തിലൂടെയാണ് ആ കുട്ടി കടന്നുപോയത്. നോക്കൂ, നഗ്നനാക്കിയതിനു ശേഷം ഒരു റൂമിൽ കെട്ടിയിടുക, അതിനുശേഷം ചൂരൽ ഉപയോഗിച്ച് വളരെ
അതിക്രൂരമായി മർദ്ദിക്കുക. എന്തായാലും ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പോലീസ് ഏമാന്മാരുണ്ടെങ്കിൽ അത് കണ്ണു തുറക്കുക തന്നെ വേണം. ഇത്തരം വർഷിപ്പ് സെന്ററിന് കൂട്ടു നിൽക്കാനല്ല നമ്മൾ ഇവിടെ കേരള പോലീസ് ഉള്ളത്. എന്തായാലും ഈ 17 വയസ്സുകാരന് നീതി വാങ്ങിക്കൊടുക്കേണ്ടത് ഇവിടുത്തെ കേരള പോലീസാണ്. ആരൊക്കെയാണ് ഈ കുഞ്ഞിനെ അതിക്രൂരമായി തല്ലിച്ചതച്ചത് അവരെല്ലാം ഈ വിഷയത്തിൽ പുറത്തു വരണം. ഒപ്പം ചൈൽഡ് സെന്ററും ഒപ്പം ഇതിൽ ഇടപെടണം എന്ന് തന്നെയാണ് ജനം ടിവിയുടെ അഭിപ്രായം. സുബിനുണ്ട്. സുബിൻ, കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികൾ ഉണ്ടായോ, ആരെങ്കിലും ചെറുവിരൽ അണയ്ക്കോ എന്നുള്ള വിവരങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് അപ്ഡേറ്റ് ചെയ്യും.